വഖഫ് നിയമങ്ങളെക്കുറിച്ച് നമുക്ക് ഏകദേശ ധാരണയുണ്ട്. ആ വഖഫ് നിയമങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തെങ്കിൽ തന്നെയും ആ തീരുമാനം പുറത്തറിയിച്ചില്ല. അതായത് 40 ഭേദഗതികൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പാർലമെൻറ്റിൽ പാസ്സാക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തത് എന്നാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ നടപ്പിലാക്കും എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഈ വഖഫ് നിയമത്തിൽ കൈകടത്തണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടാവണമല്ലോ. അങ്ങനെ എന്തെങ്കിലും പോരായ്മ നിലവിൽ വഖഫ് നിയമത്തിലുണ്ടോ? അല്ല, വഖഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. വഖഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എൻഡോവ്മെൻറ്റ് എന്നുള്ളതാണ്. റിലീജിയസ് എൻഡോവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ആജീവാനന്ദ എൻഡോവ്മെൻറ്റാണത്. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി എൻഡോവ്മെൻ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പർപ്പസിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യുന്ന ബോഡിയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ റെയിൽവേ മിനിസ്ട്രിയും ഡിഫൻസ് മിനിസ്ട്രിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാൻഡ് പ്രോപ്പർട്ടി കൈവശം വെക്കുന്ന ഒരു ഗവൺമെൻറ് എൻറ്റിറ്റിയാണ് വഖഫ് ബോർഡ് എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 8,72,000 ചില്ലാൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. 8 ലക്ഷം ഏക്കർ ലാൻഡ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് BJPയെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് അവരെല്ലാ കാലത്തും എടുത്തുള്ളതാണ്. ഇന്ത്യയിൽ വഖഫ് പ്രോപ്പർട്ടി എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വഖഫ് പ്രോപ്പർട്ടി എൻക്രോച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും അധികം വഖഫ് പ്രോപ്പർട്ടി ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെയുള്ള ഈ സുൽത്താൻമാരുടെയൊക്കെ ഭരണകാലത്ത് ധാരാളക്കണക്കിന് പ്രോപ്പർട്ടി വഖഫ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വഖഫിന് വേണ്ടിയിട്ട് എന്തെല്ലാം മൃഗങ്ങളുടെ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് മുസാഫർ ഖാന നേടില്ലേ. മുസാഫർ ഖാന എന്ന് ബേസിക്കലി മുമ്പ് കാലത്ത് ദീർഘയാത്ര നടത്തുന്ന ആളുകൾക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സംവിധാനങ്ങളാണ്. രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ യാത്രക്കാരുടെ മൃഗങ്ങളെ ശുശ്രൂഷിക്കാനും അതിൻ്റെ പരിപാലനത്തിനും വേണ്ടിയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടീസ്, ഇങ്ങനെ വൈവിധ്യമാർന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഖഫ് ഭൂമികൾ, വഖഫ് പ്രോപ്പർട്ടീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയിൽ വലിയ തോതിൽ, ഞാൻ പറഞ്ഞു, റെയിൽവേക്കും ഡിഫൻസിനും ശേഷം ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് വഖഫ് ബോർഡ് മാറുന്നത്. അപ്പോൾ അതിനകത്ത് പക്ഷെ അങ്ങനെ ഇരിക്കെ തന്നെയാണ് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാന നഗരങ്ങളിലൊക്കെ കണ്ണായ സ്ഥലങ്ങളിൽ വഖഫ് പ്രോപ്പർട്ടി ഉണ്ടാവും. അത് വ്യാപകമായ തോതിൽ കൈയേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വഖഫ് എൻക്രോച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അതിനെക്കുറിച്ച് പറയുന്നത് വഖഫ് ബോർഡിൻ്റെ കയ്യിലുള്ള വഖഫ് സ്വത്തിൻ്റെ ഏതാണ്ട് അതേ അളവിൽ വഖഫ് എൻക്രോച്ച്മെൻറ്റ് നടന്നിട്ടുണ്ടെന്നാണ്. അത് നൗഫൽ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഈ നമ്മുടെ അംബാനിയുടെ വീടുണ്ടല്ലോ, ആൻറ്റില ഉണ്ടാക്കുന്ന സമയത്ത് വലിയ വിവാദം ഉണ്ടായിരുന്നു. ഇപ്പോഴും കോടതിയിൽ അതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലെ പല പഞ്ചനക്ഷത്ര ഹോട്ടലുകളും വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നുള്ള വാദം അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വലിയ തോതിൽ വഖഫ് എൻക്രോച്ച്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് വഖഫ് എൻക്രോച്ച്മെൻറ്റ് വരുന്നത് ഈ വിഭജനത്തിൻ്റെ സമയത്ത് മുസ്ലിങ്ങൾ ധാരാളമായിട്ട് പാകിസ്ഥാനിലേക്ക് കുടിയേറിപ്പോകുന്നുണ്ട്. അപ്പോൾ അവർ പോകുമ്പോൾ അവർ വിട്ടേച്ച് പോയ സ്വത്തുക്കളുണ്ടല്ലോ, അതാണ് ഈ കയ്യേറ്റം എൻക്രോച്ച്ഡ് ആയിട്ടുള്ള സ്വത്തുക്കൾ കൂടുതൽ. അപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വഖഫ് എൻക്രോച്ച്മെൻറ്റ് നടന്നിട്ടുള്ളത് പഞ്ചാബിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ കോറിലേഷൻ. കാരണം പഞ്ചാബ് അതിർത്തി സംസ്ഥാനമാണ്, കൂടുതൽ ആളുകൾ അങ്ങോട്ട് പോയി. അപ്പം എൻക്രോച്ച്ഡ് വഖഫ് പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ പഞ്ചാബിലെന്ന് പറയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ വഖഫ് 1954 നമുക്കൊരു വഖഫ് ആക്ട് ഉണ്ടായിരുന്നു. 2005 ആ വഖഫ് ആക്ട് സമ്പൂർണ്ണമായി റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ വഖഫ് ആക്ട് വരുന്നുണ്ട്. 2013 UPA ഭരണകാലത്ത് ആ വഖഫ് ആക്ട് അഗൈൻ അമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2005 2013 ഒടുവിലത്തെ ഇത് വരുന്നത്. ഈ നിലവിലുള്ള വഖഫ് ആക്ടിൻ്റെ എന്ന് വെച്ചാൽ വഖഫ് ബോർഡിന് ഒരു ഓട്ടോണമി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വതന്ത്ര സ്വഭാവം കൊടുക്കുന്നുണ്ട് വഖഫ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന മറ്റുമായി ബന്ധപ്പെട്ട്. എനിക്ക് തോന്നുന്നു 40ഓളം ഭേദഗതിയിൽ വരുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് അത് തന്നെയായിരിക്കും. വഖഫ് ബോർഡിൻ്റെ ഓട്ടോണമി കളയുകയും അതിനകത്ത് രാഷ്ട്രീയമായ കൈകടത്തലിന് സ്പേസ് ഉണ്ടാക്കുകയും ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നിയമ ഭേദഗതി വരുമ്പോൾ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതാണ്
ഇപ്പം വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ. നൗഫൽ ചോദിച്ചല്ലോ ഈ വഖഫ് ആക്ടിൽ നിന്ന് കുഴപ്പമുണ്ടെന്ന്. അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ ആരാണത് പറയേണ്ടത്? ഇത് ഈ ആക്ടിൽ കുഴപ്പമുണ്ട്, അത് മാറ്റണം എന്ന് പറയേണ്ടത് അതിൻ്റെ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സാണല്ലോ. അതിൻ്റെ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ ആരാണ്? മുസ്ലിങ്ങളാണ്. ആ മുസ്ലിം ഇൻ്റലക്ച്വൽസോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ ഏതെങ്കിലും വഖഫ് ട്രസ്റ്റോ ഇതുവരെ ഈ നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി വേണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതെ ഇവർ 40 ഭേദഗതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടാകും. ആ ഭേദഗതികൾ എന്തൊക്കെയാണ് എന്നത് ഒരു പബ്ലിക് ഡിബേറ്റിന് വേണ്ടിയിട്ട് തന്നിട്ടുമില്ല. അത് പാർലമെൻ്ററി വെബ്സൈറ്റിലില്ല, ലോക്സഭയുടെ വെബ്സൈറ്റിലില്ല, MP-മാർക്ക് കൊടുത്തിട്ടില്ല, മുസ്ലിം സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇവർ ഈ കൊണ്ടുവരുന്ന 40 ഭേദഗതികൾ എന്നതിനെക്കുറിച്ചിട്ടും നമുക്ക് കൃത്യമായ ധാരണയില്ല. ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ പറയുന്ന ഓട്ടോണമി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ വഖഫ് പ്രോപ്പർട്ടിയുടെ വെരിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. ആ വെരിഫിക്കേഷൻ നടത്തേണ്ട അതോറിറ്റിയായിട്ട് ജില്ലാ കളക്ടർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനാണ് വെച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഇപ്പോൾ BJP വഖഫുമായി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഉള്ള വഖഫ് ഒന്നും വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളതാണ്. അപ്പോൾ വഖഫ് എൻക്രോച്ച്മെൻറ്റ് എന്ന വാക്ക്, ആ വാക്ക് BJP ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സാധാരണ വഖഫ് എൻക്രോച്ച്മെൻറ്റ് എന്ന വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വഖഫ് പ്രോപ്പർട്ടി എൻക്രോച്ച് ചെയ്യുന്നതാണ്. BJP വഖഫ് എൻക്രോച്ച്മെൻറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? തിരിച്ചു വഖഫ് ബോർഡ് ഭൂമി, സർക്കാർ ഭൂമി എൻക്രോച്ച് ചെയ്തു. ഇത് മനസ്സിലാകണമെങ്കിൽ 2018 കേന്ദ്ര ഗവൺമെൻറ് കമ്മിറ്റി വെച്ചു. SP ഗാർഗിൻ്റെ നേതൃത്വത്തിൽ 2 മെമ്പർ കമ്മിറ്റിയാണ്. എന്ന് വെച്ചാൽ ഡൽഹിയിലെ വഖഫ് എൻക്രോച്ച്മെൻറ്റുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളിക്കാരൻ പഠിച്ചിട്ട് 123 പ്രോപ്പർട്ടീസ് സർക്കാർ പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തി. അത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. 20,000 കോടി രൂപ മൂല്യമുള്ള പ്രോപ്പർട്ടിയാണ്. 20,000 കോടി രൂപ. ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസങ്ങൾ കുറേ പഴയ പള്ളികളൊക്കെ ബുൾഡോസർ വെച്ച് പൊളിച്ച വാർത്തകൾ നമ്മൾ കണ്ടില്ല. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ കമ്മിറ്റി പറഞ്ഞത് അത് ഡീനോട്ടിഫൈ ചെയ്യണം. അത് ഡീനോട്ടിഫൈ ചെയ്തു. വഖഫ് ബോർഡിൻ്റെ ആ പ്രോപ്പർട്ടി, സർക്കാർ പ്രോപ്പർട്ടിയുടെ ഡീനോട്ടിഫൈ ചെയ്ത് ഓരോന്നോരോന്നായി തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഇതിൻ്റെ വെരിഫിക്കേഷൻ ചുമതല കൊടുക്കുന്ന എന്തിനാണെന്നറിയോ? ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ അന്ധകാലം മുതലുള്ളതായിരിക്കും. ഈ രാജാക്കന്മാരുടെ, ഷാജഹാൻ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ ഷേർഷായുടെ, ബാബറുടെ അന്ധകാലം മുതലുള്ള ഇതായിരിക്കും. ഇപ്പോൾ ഡൽഹിയിലെ പ്രോപ്പർട്ടി ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ളത് VHPയുടെ ഏതാണ്ട് 1976 മുതലുള്ള ആവശ്യമായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം കണ്ണായ സ്ഥലങ്ങളിലാണ്. കണട്ട് പ്ലേസ്, ദറിയാഗഞ്ച്, ഈ പറയുന്ന വൈസ് പ്രസിഡൻറ്റിൻ്റെ വീടിനടുത്ത്, പാർലമെൻറ്റ് സ്ട്രീറ്റ്, ഇങ്ങനെയുള്ള ഡൽഹിയിലെ ഏറ്റവും കണ്ണായ സ്ഥലങ്ങളിലാണ് ഈ പ്രോപ്പർട്ടി വെക്കുന്നത്. ഈ 123 പ്രോപ്പർട്ടികൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടികൾ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കൈമാറി വരുന്ന പ്രോപ്പർട്ടീസാണ്. ഇതിപ്പോൾ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അതായത് അതിൻ്റെ കടലാസൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റിക്കാർക്ക് കൊടുക്കാൻ കടലാസ് ഉണ്ടാവില്ല. അങ്ങനെ കടലാസ് ഉണ്ടാവില്ല എന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം ഡീനോട്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ അതാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്ന് പറയുകയും ആ വെരിഫിക്കേഷൻ്റെ ചുമതല ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള വഖഫ് പ്രോപ്പർട്ടികൾ ഡീനോട്ടിഫൈ ചെയ്യാൻ സാധിക്കും എന്നവർ വിചാരിക്കുന്നത്. അത് തന്നെയായിരിക്കും ഇതിൻ്റെ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞ മാതിരി 1-2 സംസ്ഥാനങ്ങൾ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വൈകാരികാംശമുള്ളൊരു വിഷയത്തിൽ ചാടുകയും അതിൽ നിയമം ഉണ്ടാക്കുകയും അതിലൊരു പ്രതികരണം ഉണ്ടാക്കുകയും അങ്ങനത്തെ ഒരു ഈ പറയുന്ന ഡിവൈസീവ് പൊളിറ്റിക്സ്, വിഭജന രാഷ്ട്രീയം കൂടുതൽ ശക്തമായി നിലനിർത്തുകയും ചെയ്യാം എന്ന ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് കൂടെ അവർ കാണുന്നുണ്ടാവും. അജിംസ്, എനിക്ക് ഇത് ദിവസം പറഞ്ഞപ്പം തോന്നിയ ഓർമ്മ വന്നൊരു അനുഭവമാണ്. ഞാനിപ്പം ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കുരുക്ഷേത്രയിൽ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരാൾ എനിക്ക് കാണിച്ചു തരികയാണ്, നിങ്ങൾ ഈ കേരളത്തിൽ നിന്നാണ് വരുന്നത്, അവിടെ ഫുള്ള് മുസ്ലിങ്ങളല്ലേ കൂടുതൽ ചോദിച്ചത്. കാരണം മുസ്ലിങ്ങളല്ല കൂടുതൽ, മുസ്ലിങ്ങൾ അവിടെ ന്യൂനപക്ഷമാണ്. അപ്പോൾ അയാൾക്കത് പുതിയ അറിവാണ്. അടുത്തത് അവിടെ തൊട്ടുടനെ എന്നെ പരിചയപ്പെട്ടിട്ട് പോലുമില്ല. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ തെലങ്കാനയിൽ പിന്നെ ഈ വഖഫ് ബോർഡ് 1-2 ക്ഷേത്രത്തിന് ഭൂമി കൈയേറിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എൻഡ് ആയിരിക്കണം ഈ നിയമം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഈ വഖഫ് സംബന്ധിച്ചുള്ള പ്രചാരണങ്ങളൊക്കെ കഴിഞ്ഞ 100 വർഷമായിട്ട് RSS ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇതെന്തിനാണ് എന്നുള്ളത് ഇതുവരെയും സർക്കാർ പറഞ്ഞിട്ടില്ല. ഇത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോരുന്ന വരെ ഇത് ടേബിൾ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ തോന്നുന്നത്. ഈ ബില്ല് നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല ബില്ല്. ആ ബില്ല് അറിയില്ല.
അതിങ്ങനെ പോക്കറ്റിൽ നിന്നെടുത്ത് അമിത്ഷാ അവതരിപ്പിക്കുന്നല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല, കൺസൾട്ടേഷൻ്റെ ആയിട്ടല്ല, ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ 2 രാഷ്ട്രീയ പ്രതിനിധികൾ ശ്രദ്ധിച്ചു. അപ്പോൾ അപ്പോഴാണ് ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് മനസ്സിലായത്. ഇപ്പോൾ ഈ നിഷ്കളങ്കരായ NDA നേതാക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അറിയാതെ പറഞ്ഞു വന്നപ്പോൾ 400 സീറ്റ് തരൂ, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാമെന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞ ഒരാളാണ് ജിതൻ റാം മാഞ്ചി. അദ്ദേഹം BJP കാരനല്ല, അദ്ദേഹം NDA-യിലെ ഘടകകക്ഷിയാണ്. ജിതൻ റാം മാഞ്ചിയുടെ അടുത്ത് ANI മൈക്ക് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വളരെ നേരത്തെ വരേണ്ട ഒരു ഭേദഗതിയായിരുന്നു. അതിൻ്റെ കാരണം 1000-കണക്കിന് ഏക്കർ ഭൂമി വഖഫ് ബോർഡുകൾ കൈയേറ്റം ചെയ്തിട്ടുണ്ട്, അത് തിരിച്ചു പിടിച്ച് മതിയാവും, അടിയന്തരമായി തിരിച്ചു പിടിക്കണം. ഇത് യഥാർത്ഥത്തിൽ BJP-യോ സർക്കാരോ പറയാൻ ഉദ്ദേശിച്ചായിരിക്കില്ല, പക്ഷേ ജിതൻ റാം മാഞ്ചി അത് അറിയാതെ പറഞ്ഞു പോയി. പിന്നെ അലോക് നാഥ് എന്ന പേരുള്ള ഒരു BJP വക്താവുണ്ട്, അദ്ദേഹത്തോട് ഇന്ത്യ ടുഡേ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അതാണ് അതിലും രസമുള്ള കാര്യം, അദ്ദേഹത്തിനൊന്നും പറയാനില്ല. അദ്ദേഹം പറയുന്നത് നമ്മൾ ഇത് പ്രധാനമായും കാണുന്നത് ഈ വഖഫ് ബോർഡുകളിൽ സ്ത്രീ പ്രാതിനിധ്യം കൊണ്ടുവരണം എന്നാണ് പ്രധാനമായും ആഗ്രഹിക്കുന്നത്. കാരണം സ്ത്രീകൾക്ക് ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ല, അതിൽ സ്ത്രീകൾക്ക് വേണ്ടി റിസർവേഷൻ കൊണ്ടുവരിക. കേരളത്തിലല്ല, ഈ റിസർവേഷൻ ഇല്ല. അവർ 2 സ്ത്രീ പ്രതിനിധികളെ കൊണ്ടുവരാൻ വേണ്ടി പുതിയ ബില്ലിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന മുസ്ലിം സ്ത്രീകളാണ്. അവർക്ക് കല്യാണം കഴിച്ച് ഡിവോഴ്സായി കഴിഞ്ഞാൽ അവർക്ക് ജീവനാംശം കിട്ടുന്നില്ല. ഏത് വഖഫ് ബോർഡിൻ്റെ ഭേദഗതിക്ക് വേണ്ടി ഇദ്ദേഹം കൊണ്ടൊരു ന്യായമാണ് ഇത്. ഈ 2 പ്രതികരണങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ജിതൻ റാം മാഞ്ചി പറഞ്ഞതാണ് വളരെ കൃത്യമായിട്ടുള്ളത്. ഈ ഭൂമികൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ വഖഫ് ബോർഡുകളുടെ ഒരു സ്വയംഭരണാധികാരം ഇല്ലാതാക്കുക. കാരണം ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന അവസാനത്തെ അതോറിറ്റിയാണ് വഖഫ് ബോർഡ്. പിന്നെ അതിന് ട്രൈബ്യൂണലാണുള്ളത്. കോടതികൾ അതിൽ ഇടപെടുന്നില്ല. ഇത് വഖഫ് ബോർഡാണോ അതല്ല സ്വകാര്യ ഭൂമിയാണോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. പക്ഷേ BJP-യുടെ ക്ലെയിം അതൊന്നുമല്ല, വഖഫോ സ്വകാര്യ ഭൂമി എന്നുള്ളതല്ല, ഇതൊക്കെ സർക്കാർ ഭൂമിയാണ്, അതൊക്കെ തിരിച്ചുപിടി. അതിന് പച്ച മലയാളം മാത്രമല്ല, ഒരു ഭൂമിയിൽ ഒരാൾ അവകാശവാദവുമായി വന്നു കഴിഞ്ഞാൽ അത് തീരുമാനിക്കേണ്ട അധികാരം ജില്ലാ കളക്ടർക്കായിരിക്കും. അല്ല, ഇതെല്ലാം സർക്കാർ ഭൂമിയാക്കുക എന്നുള്ളതാണ് ഈ ബില്ലുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് വഖഫ് ബോർഡുകളുടെ പരമാധികാരം എടുത്തു കളയുക, അല്ല ഓട്ടോണമസ് പദവി എടുത്തു കളയുക, അവർക്ക് അധികാരമില്ലാത്തൊരു സ്ഥാപനങ്ങളാക്കുക, ഇതൊക്കെ സർക്കാർ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അനദർ അറ്റംപ്റ്റ് ടു എന്താണ് പോളറൈസേഷൻ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇത് നിലവിലെ ഇതനുസരിച്ച് രാജ്യസഭയിൽ ഇത് പാസ്സാവും എനിക്ക് തോന്നുന്നില്ല, നിലവിലെ കക്ഷികളനുസരിച്ച്. പക്ഷെ ഒരു ചർച്ചയാക്കുക. ഇലക്ഷൻ ഈ വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലെ ഇലക്ഷൻ വരെ ഒരു ചർച്ച കൊണ്ട് നടക്കുക. അപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രൊട്ടസ്റ്റ് നടത്തും, ആ പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ കൊണ്ട് അവന്മാർ ഇറങ്ങിയിരിക്കുകയാണ്, അവന്മാരുടെ അഡ്രസ്സ് കണ്ടറിയില്ലേ, സമരം ചെയ്യുന്നവരാണെന്ന് പറയുക. അസദുദ്ദീൻ ഒവൈസി വളരെ രൂക്ഷമായ ഭാഷയിൽ പാർലമെൻറ്റിൽ പ്രസംഗിക്കും, അത് ആസ്ഥാനത്ത് കട്ട് ചെയ്ത് ഈ പറയുന്ന പോലെ രാജസ്ഥാനിലോ എവിടെയെങ്കിലും മരുഭൂമി നിൽക്കുന്ന മനുഷ്യൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് കൊടുക്കുക, അവനെ തെറ്റിദ്ധരിപ്പിക്കുക. ഇതാണ് നടക്കാൻ പോകുന്ന കാര്യം. ഇതൊരു കാര്യം, ഈ വഖഫ് ബോർഡ് ഇന്ത്യയിലെ ഞാൻ പറഞ്ഞില്ല, ഈ റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സ്ഥാപനമായിരിക്കെ തന്നെ അതിൻ്റെ വാർഷിക വരുമാനം എത്രയാണെന്നറിയോ? 200 കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിലില്ല. ഇപ്പോൾ നഫില, നമ്മൾ ഈ വഖഫ് ദേവസ്വം ബോർഡ് കോളേജുകളും ദേവസ്വം ബോർഡ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ കാണുന്നില്ല. വഖഫ് ബോർഡ് കോളേജ് അല്ലെ വഖഫ് ബോർഡ് യൂണിവേഴ്സിറ്റി നീ എവിടെയും കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോപ്പർട്ടിയുള്ള ഒരു മഹാപ്രസ്ഥാനം, ഇന്ത്യയിലെ 3ാമത് ഏറ്റവും കൂടുതൽ റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം മൃതമായി നിൽക്കുന്ന ഒരു സംവിധാനം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ.